അദ്ദേഹം ഒരു അവധൂതനാണ് എന്ന് എനിക്ക് അവധൂത ലക്ഷണങ്ങൾ മൊത്തത്തിൽ ഞാൻ ഇദ്ദേഹത്തിൽ ദർശിക്കാറുണ്ട്. കാലത്തിന് മുന്നേ നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ അവധൂതന്മാര്. യുദ്ധം തുടങ്ങാൻ കാരണക്കാരനായ ശകുനിയെ കുറിച്ച്, പിന്നെ യുദ്ധം നയിച്ച ദുര്യോധനൻ, പിന്നെ യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുന്ന അശ്വത്ഥാമ, ശകുനി ആണെങ്കിലും ദുര്യോധനാണെങ്കിൽ നമുക്ക് തോന്നും ശരിക്കും അതല്ലേ ശരി, ദുര്യോധന മഹാരാജാവെന്ന് മാത്രമേ അദ്ദേഹത്തെ എല്ലാവരും സംബോധന ചെയ്യുന്നുള്ളൂ, മറ്റാരെയും മഹാരാജാവായിട്ട് സംബോധന ചെയ്യുന്നു. അദ്ദേഹം മരണപ്പെടുമ്പോൾ മാത്രമാണ് അന്തപുര സ്ത്രീകൾ ചെറു ഞാണുലി കേട്ടാൽ വെട്ടിവിറയ്ക്കുന്ന ഗാന്ധാരത്തിലെ യുവരാജാവായിരുന്നു സൗബലൻ. അദ്ദേഹത്തിന്റെ ശകുനിയുടെ ആദ്യത്തെ പേരായിരുന്നു സൗബലൻ. കസ്തൂരിമാന്റെ കസ്തൂരി മണം അതിന്റെ ഉള്ളിലല്ലേ ഉള്ളേ, അതെന്നിട്ട് പുറമേ തേടി നടക്കുകയാണ്, കസ്തൂരി തേടി നടക്കുകയാണ്, മണം തേടി. അതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ സന്തോഷം വെച്ചിട്ട് പുറമേ തേടി നടക്കുന്നത്. ഇന്ന ആൾ എൻ്റെ അടുത്തുണ്ടായ സന്തോഷിക്കും, അതൊക്കെ നമ്മുടെ മിഥ്യയായ ധാരണയാണ്, മായയാണ്. ആ മായയെ പെട്ടുപോകുന്നതുകൊണ്ടാണ് ഈ ഇംപെർമനന്റ് ആയിട്ടുള്ള വസ്തുക്കളിൽ നമ്മൾ സന്തോഷത്തെ കണ്ടെത്തുന്നത്. മറ്റൊരാളെ കേൾക്കുന്നതാണ് ഭയങ്കര പാടാണ്. ഒരാളെ നമുക്ക് കേൾപ്പിക്കാൻ ഇഷ്ടമാണ്, 1000 കാര്യങ്ങൾ മറ്റൊരാളോട് പറയാൻ നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ മറ്റൊരാളെ കേൾക്കാൻ നമ്മൾ ഇരിക്കില്ല. നമ്മൾ എപ്പോഴും ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണം മറ്റൊരാളെ കേൾക്കുക എന്നതാണ്. നമ്മളിപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കേൾക്കും, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ നോക്കുന്ന അങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അതിൽ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കേൾക്കുന്നത്. നമുക്കൊരു ബെനിഫിറ്റും ഇല്ലാത്ത ഒരാളിനെ നമുക്ക് സമയമില്ല അവർക്ക് കൊടുക്കാൻ. പക്ഷെ അങ്ങനെയുള്ളവർക്ക് സമയം കൊടുക്കുമ്പോഴാണ് അത് മാധവ സേവ മാനുഷ്യ സേവയൊക്കെ ആവുന്നത്. അതാണ് ശരിക്കും മാധവ സേവ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഗുരു പഠിപ്പിച്ചിട്ടുള്ള അങ്ങനെയാണ്. പിന്നെ എൻ്റെ ഭർത്താവും എപ്പോഴും പറയാറുണ്ട്, അങ്ങനെയുള്ളവരെ നമ്മൾ കേൾക്കണം. എന്നോട് എപ്പോഴും പറയാറുണ്ട്, ടീച്ചറെ ഈ ഫോൺ എടുക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. വേറൊന്നും കൊണ്ടല്ല, മറ്റ് പല കാര്യങ്ങൾക്കും ഇടയിൽ ഫോൺ വരുമ്പോൾ എടുക്കാൻ. അപ്പോൾ സ്വാമി എപ്പോഴും എന്നോട് പറയാറുണ്ട്, ടീച്ചർ ഈ ഫോൺ എടുക്കാതിരിക്കുന്നത് ശരിയല്ല, മറ്റൊരാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമ്മൾ കേൾക്കണ്ടേ. അത് മറ്റുള്ള വ്യക്തികളുടെ മാത്രമല്ല, എൻ്റെ റിലേറ്റീവ്സിൻ്റെ ആണെങ്കിൽ എപ്പോഴും എന്നോട് പറയാറുണ്ട്, അവർക്ക് സംസാരിക്കാനുള്ളപ്പം ടീച്ചർ കേട്ടില്ലെങ്കിൽ ടീച്ചർ കേൾക്കാനിരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല എന്ന്, അല്ലെങ്കിൽ അവരുണ്ടാവണമെന്നില്ല എന്ന്. എപ്പോഴും എനിക്ക് ആ വാക്കുകൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ചിന്തിപ്പിക്കാറുണ്ട്. പലപ്പോഴും പറയാറുണ്ട് എന്നോടത്. അദ്ദേഹം ഒരു കോള് പോലും എടുക്കാത്ത വ്യക്തിയല്ല, അങ്ങനെ ഒരാളാണ് ഞാൻ. അതിൽ ഭയങ്കര അഭിമാനം തോന്നാറുണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയിൽ. എനിക്ക് നമ്മൾ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് കോളുകൾ വന്നു, എല്ലാ കോളും എടുക്കും. എനിക്ക് ഒരു 5-6 കോള് കഴിഞ്ഞു കഴിഞ്ഞാൽ മാനുഷികമായിട്ടുള്ളൊരു ഈർഷ്യ എനിക്ക് തോന്നാറുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് അത് തോന്നാറില്ല. എൻ്റെ മുന്നിൽ ഭയങ്കര അത്ഭുതമാണ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക്. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥകളാണ്. ഇപ്പോൾ ടീച്ചർ വന്നതിന് ശേഷം ടീച്ചറിനെ ഇത്തരത്തിലുള്ള ഇപ്പോൾ പ്രേതങ്ങളെ കാണിച്ചെന്ന അനുഭവങ്ങൾ വരെ വളരെ അത്ഭുതത്തോടെയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വിശ്വാസത്തിൽ എടുക്കണമെങ്കിൽ എനിക്ക് അനുഭവം വേണം. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ലൈഫിൽ എനിക്ക് ഇങ്ങനെ തൊട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പോലെ നെഗറ്റീവ് എനർജി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയായിരുന്നു. അത് അദ്ദേഹം എനിക്ക് തന്ന ഒരു അറിവാണ്, പുതിയ അറിവാണ്. എല്ലാം അറിവുകളാണല്ലോ. അദ്ദേഹം എനിക്ക് തന്ന അറിവാണ്. ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് ഉള്ളിടത്ത് നെഗറ്റീവ് ഉണ്ട്, അത്രേ വിശ്വസിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇപ്പം അവൻ്റെ പേര് രാഹുൽ ഇവിടെ ഇരുന്ന് എന്നോട് സംസാരിക്കുന്ന പോലെ. രാഹുലിന് രൂപമുണ്ട്, ഇവിടെ രൂപമില്ല, പക്ഷെ എനിക്ക് എന്തോ സംതിങ് ഈസ് ദയർ, അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് വലിയ ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹം എൻ്റെ ലൈഫിൽ വന്നേ പിന്നെയാണ് പൊതുവെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ യോഗ ട്രെയിനിങ്ങുമായിട്ടൊക്കെ നടക്കുമ്പോൾ നമ്മുടെ വേഷഭൂഷാദികളും ഒക്കെ കുറച്ചുകൂടെ ഒരു ആത്മീയമായ രീതിയിലായിരിക്കും. നമ്മൾ ഈ വളരെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നവരായിരിക്കില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ കലയുണ്ട്, നമുക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്, പാട്ട് പാടാൻ ഇഷ്ടമാണ്. മറ്റുള്ളവരെ പോലെ എല്ലാ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഉള്ളിലും ഉണ്ടാവുമല്ലോ, എല്ലാം ഉണ്ടാവുമല്ലോ. അതെല്ലാം നിറഞ്ഞത് തന്നെയാണ് മനുഷ്യൻ. ചിലരിൽ അത് പ്രകാശിക്കുന്നു, ചിലരിൽ അത് സംഭവിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഉള്ളിലും എഴുതാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ എഴുതുമ്പോൾ നമ്മൾ ആത്മീയമായി നിൽക്കുന്ന ആളിന് പ്രണയം എഴുതിക്കൂടാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. പ്രണയം എന്ന് പറയാൻ എന്തിനോടും ആവാം. അപ്പോൾ എൻ്റെ ഉള്ളിലെ പേടി എന്താണ്, ഞാൻ പ്രണയം എഴുതി കഴിഞ്ഞാൽ, ആത്മീയമായി നിൽക്കുന്ന ഒരാൾ പ്രണയം എഴുതി കഴിഞ്ഞാൽ എന്നെ അങ്ങനെ ജഡ്ജ് ചെയ്യില്ലേ, ഇനി അത് ഞാൻ തന്നെയാണെന്ന് ആൾക്കാർ ജഡ്ജ് ചെയ്യത്തില്ലേ, അങ്ങനൊരു ഭീരുവുമായിരുന്നു ഞാൻ. പക്ഷെ ആ ഭീരുത്വത്തെ
ഓവർകം ചെയ്യാൻ പറ്റിയത് അദ്ദേഹം എൻ്റെ ലൈഫിൽ വന്നേ പിന്നെയാണ്. ഞാൻ എഴുതി വെച്ച എല്ലാ കവിതകളും, ഞാൻ എഴുതി വെച്ച ചെറുകഥകളും ഒക്കെ 2 ബുക്കുകളായിട്ട് ഇറക്കിയിട്ടുണ്ട്. കവിതാ സമാഹാരവും ചെറുകഥാ സമാഹാരവുമായിട്ട്. അത് അദ്ദേഹം എനിക്ക് തന്ന ബലമാണത്. ദീർഘസുമംഗലി ഭവ എന്ന് പറയുന്നത് കവിതാ സമാഹാരം, ഊഴവും കാത്ത് ഊർമിള എന്ന് പറയുന്നത് എൻ്റെ ചെറുകഥാ സമാഹാരം. ആ ചെറുകഥാ സമാഹാരത്തിൽ എഴുതിയിരിക്കുന്ന ചെറുകഥകളിൽ പലതും ഞാൻ എൻ്റെ ലൈഫിലേക്ക് വന്നുപോയ കുറേ മുഹൂർത്തങ്ങളാണ്. മീൻസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ആളുകളാണ്. അതിൽ ഭാവനയുടെ അംശങ്ങൾ വരുന്നുണ്ട്, പക്ഷേ റിയൽ കഥയുമായിട്ട് ഭയങ്കര കണക്ഷനാണത്. അങ്ങനെ പല ആൾക്കാരും പലയിടത്തും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ആൾക്കാരുടെ കഥകളാണ്, ജീവിതമാണ് ഞാൻ കഥയായിട്ട് എഴുതിയത്, ചെറുകഥയായിട്ട്. എനിക്കൊന്ന് സ്വാമിയോട് സംസാരിക്കുന്ന വേളയിൽ തന്നെ സ്വാമി ടീച്ചറിനെ പറ്റി വളരെ പ്രൗഡായിട്ടാണ് പറയുന്നത്. ടീച്ചർ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ 51 പുസ്തകങ്ങൾ എഴുതി തീർക്കാൻ. ആക്ച്വലി അദ്ദേഹം 76 കൃതികൾ എഴുതി കഴിഞ്ഞു. പിന്നെ തിരക്കഥയായിട്ടും പ്രൊഫഷണൽ നാടകങ്ങളായിട്ടും റേഡിയോ നാടകങ്ങളായിട്ടും ടെലിഫിലിംസ് ആയിട്ടും പിന്നെ നോവൽ, ബാലസാഹിത്യം, സഞ്ചാര സാഹിത്യം, ഓർമ്മക്കുറിപ്പ്, പൗരാണികം, മാന്ത്രികം, പ്രണയം, സാമൂഹികം, ഡിറ്റക്റ്റീവ് നോവല്, പിന്നെ പല ടൈപ്പ് നോവലുകൾ എഴുതി കഴിഞ്ഞു. ടീച്ചർ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം സാധിക്കുന്നത്. നെവർ എനിക്കതിന് ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നിരിക്കും. കാരണം അദ്ദേഹം എഴുതുമ്പോൾ ഒരു മൂഡുണ്ടല്ലോ എഴുതുന്ന ആളിന്. പക്ഷെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മൂഡൊന്നും വേണ്ടിയ ഒരാളല്ല. എത്ര ബഹളത്തിനടി ഇരുന്നും എന്നോട് അടി വെച്ചിട്ട് എഴുതിയ ബുക്കാണ് ആരാച്ചാരുടെ മകൾ. ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു പ്രണയ നോവലാണത്. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യം അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നില്ല. പക്ഷേ ഞാനിങ്ങനെ പുഷ് ചെയ്യും ചില സമയം. ഇപ്പോൾ അദ്ദേഹത്തിൽ ഒരു ശരിക്കും പറഞ്ഞാൽ ആത്മയോഗിയും കർമ്മയോഗിയും എല്ലാം കൂടെ ചേർന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മം എന്ന് പറയുന്ന എഴുത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു മഹായോഗമാണ് ആത്മീയമായി നിൽക്കുന്ന ഒരു തലം. അദ്ദേഹത്തിന് അത് പ്രഡിക്ഷനൊക്കെ ഭയങ്കര 100%. അപ്പം അങ്ങനെയുള്ള ഒരു അവധൂതനാണ് എന്ന് എനിക്ക് അവധൂത ലക്ഷണങ്ങൾ, ഗുരു പറഞ്ഞിട്ടുള്ള അവധൂത ലക്ഷണങ്ങൾ മൊത്തത്തിൽ ഞാൻ ഇദ്ദേഹത്തിൽ ദർശിക്കാറുണ്ട്. ഇങ്ങനെ കാലത്തിന് മുന്നേ നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ അവധൂതന്മാർ. പലപ്പോഴും എനിക്ക് അദ്ദേഹത്തെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ആ അവസ്ഥ എത്തിയ ആളാണ്. എന്തായാലും എന്നെപ്പോലെ ഉള്ള ഒരാളല്ല, എന്നിൽ നിന്നും അവധൂതാവസ്ഥയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ എഴുതുന്ന രീതിയും ഒക്കെ തന്നെ ഭയങ്കര ബ്ലെസ്ഡ് ആണ് അദ്ദേഹം. ഞാനൊക്കെ ഒരുപാട് ഒരു ഫ്രെയിമൊക്കെ ഇട്ടിട്ടാണ് എനിക്ക് എഴുതാൻ പറ്റുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വരിക, പേപ്പർ എടുക്കുക, പിന്നെ അങ്ങ് ഒഴുകുക. അപ്പം അങ്ങനെ ഒരാളിന് നേരത്തെ ചോദിച്ചില്ലേ, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ മഹാമനസ്സാണ്, അല്ലെങ്കിൽ എന്നോടുള്ള ആ ഒരു പ്രേമം, പ്യുവറായിട്ടുള്ള ഒരു പ്രണയം അതുണ്ട് അദ്ദേഹത്തിൽ. വാത്സല്യമുണ്ട് എന്നോട്, പ്യുവറായിട്ടുള്ള പ്രണയമുണ്ട്. അതൊക്കെ തന്നെയാണ് എന്നെ നിലനിർത്തുന്നത്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിനൊരു ചുറ്റുപാടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവാം. പക്ഷേ എഴുത്ത് അദ്ദേഹത്തിൻ്റെ മാത്രം മൗലികാവകാശമാണ്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗരുഡമാളിക എന്ന് പറയുന്ന നോവലാണ്. ദെൻ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ നമുക്കൊരു വൗ എന്ന് തോന്നിപ്പോകുന്ന നമ്മളൊരു ബുക്ക് വായിച്ചിട്ട് അങ്ങനെ തോന്നില്ലേ, അത് മഹാഭാരതത്തെ ബേസ് ചെയ്ത് അദ്ദേഹം യുദ്ധം തുടങ്ങാൻ കാരണക്കാരനായ ശകുനിയെക്കുറിച്ച്, അദ്ദേഹം ആണല്ലോ അതിനുള്ള സ്ട്രക്ചർ മുഴുവൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ യുദ്ധം നയിച്ച ദുര്യോധനൻ, പിന്നെ യുദ്ധത്തിൻ്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുന്ന അശ്വത്ഥാമ, ദുര്യോധനെക്കുറിച്ചും ശകുനിയെക്കുറിച്ചും അശ്വത്ഥാമയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വീക്ഷണകോണിൽ കൂടി എഴുതിയ ആ 3 പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രൗഢിയെ അങ്ങേയറ്റം ഉയർത്തുന്നതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ദുര്യോധനാണെങ്കിലും ശകുനി ആണെങ്കിലും, ദുര്യോധനാണെങ്കിൽ നമുക്ക് തോന്നും ശരിക്കും അതല്ലേ ശരി, ദുര്യോധന മഹാരാജാവെന്ന് മാത്രമേ അദ്ദേഹത്തെ എല്ലാവരും സംബോധന ചെയ്യുന്നുള്ളൂ, മറ്റാരെയും മഹാരാജാവായിട്ട് സംബോധന ചെയ്യുന്നില്ല. അദ്ദേഹം മരണപ്പെടുമ്പോൾ മാത്രമാണ് അന്തപുര സ്ത്രീകൾ വിലാപത്തോട് അന്തപുരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നെ ദുര്യോധന ക്ഷേത്രങ്ങളുണ്ട്, ശരിക്കും വായിക്കേണ്ട ബുക്കാണ്. അധർമ്മഭാരതവും ശകുനിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ശകുനിയിലെ ഒരു ചെറിയ ശകലം എടുത്തിട്ട് ഞാൻ പറയാം. അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട്, ഒരു ചെറു ഞാണുലി കേട്ടാൽ വെട്ടി വിറയ്ക്കുന്ന ഗാന്ധാരത്തിലെ യുവരാജാവായിരുന്നു സൗബലൻ. അദ്ദേഹത്തിൻ്റെ ശകുനിയുടെ ആദ്യത്തെ പേരായിരുന്നു സൗബലൻ. ആ സൗബലിനെ എങ്ങനെ ശകുനിയായി മാറി,
അതാണ് അദ്ദേഹത്തിൻ്റെ ശകുനി. ആ ശകുനിക്ക് സംഭവിച്ചതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നമ്മളും അതേപോലെ ഒരു ശകുനിയായി മാറും. അതിന് ഒരു ഡൗട്ടും വേണ്ട. അതാണ് അദ്ദേഹത്തിൻ്റെ ശകുനി. ആ ശകുനി വായിച്ചു കഴിയുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കും, ശകുനിയോട് ചോദിക്കും, ശകുനി നീ ഇങ്ങനെ ആയില്ലെങ്കിൽ നീ ശരിക്കും സുബല മഹാരാജാവിൻ്റെ മകനാകാൻ യോഗ്യനല്ല എന്ന്. അത്രയേറെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒരാൾ ദുഷ്ടനായി തീരുന്നെങ്കിൽ അതിന് പുറകിൽ ആ ദുഷ്ടനാക്കുന്ന ഒരു കാരണം ഉണ്ടാവും. അതാണ് ശകുനി. നമുക്ക് നമ്മുടെ ആത്മാവിലൂടെ സഞ്ചരിക്കാൻ പറ്റും. ശകുനിയെക്കുറിച്ച് ശകുനിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ തന്നെ ഒരു പ്രതിപുരുഷനായിട്ട് നമ്മളെ വെക്കാൻ പറ്റും. നമ്മുടെ മനോഗതികൾ പലതും അതിനുള്ളിലേക്ക് കടന്നു വരുന്നു. നമ്മളൊരു ശകുനിയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളും ശകുനിയാണ്. നമ്മുടെ ജീവിതത്തിൽ ശകുനിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അത്രയും നമ്മളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശകുനിയായി മാറിയിരിക്കും. ഇല്ലെങ്കിൽ നമ്മളൊരു പുത്രനല്ല, നമ്മളൊരു സഹോദരനല്ല. നമുക്കൊരു രാജ്യമുണ്ടെങ്കിൽ നമുക്ക് ആ രാജ്യത്തിന് അവകാശവുമില്ല. അതാണ് ശകുനി. അശ്വത്ഥാമാവ് വേറൊരു തലമാണ്. കാരണം കർമ്മം കൊണ്ട് നമ്മളൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു അനന്തരഫലമുണ്ടെന്നും അത് നമ്മൾ തന്നെ അനുഭവിച്ച് തീർക്കണമെന്നും നമുക്ക് ആ കർമ്മം ചെയ്യാൻ നിയോഗമുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കുമെന്നും അശ്വത്ഥാമാവിലൂടെ അദ്ദേഹം ഉറക്കെ പറയുകയാണ്. വളരെ മനോഹരമായൊരു ബുക്കാണ് അശ്വത്ഥാമ, ഉടയോൻ വഴി അശ്വത്ഥാമ. നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ചിരഞ്ജീവിയാണെന്ന്. ചിരഞ്ജീവികളിൽ ഒരാളാണല്ലോ അശ്വത്ഥാമ. അപ്പോൾ അത് വളരെ അശ്വത്ഥാമ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ശരിയാണ്, അദ്ദേഹം നമ്മുടെ ഈ കാലഘട്ടത്തിൽ അശ്വത്ഥാമ നമ്മുടെ ഇടയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് പുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ടീച്ചറിലേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ ഹാപ്പിനെസ് എന്താണ്, എങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. അതിൽ ഒരാൾ എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത്, ഒരാൾക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയുന്നത്? ഹാപ്പിനെസ് കണ്ടെത്താൻ നമ്മൾ പുറമേ സഞ്ചരിച്ചാൽ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമുക്ക് ഇപ്പം നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം അത് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് കിട്ടും, നമ്മൾ ആഗ്രഹിക്കണം. അത് കിട്ടിക്കഴിഞ്ഞാലോ നമുക്ക് ഹാപ്പിനെസ് ഇല്ല. അപ്പോൾ നമ്മളെല്ലാം പുറമേ ഹാപ്പിനെസ് തേടി നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ കസ്തൂരി നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ആ കസ്തൂരി നമ്മൾ കണ്ടെത്തണം. കസ്തൂരി എന്ന് പറയുമ്പോൾ കസ്തൂരിമാന്റെ കസ്തൂരി മണം അതിന്റെ ഉള്ളിലല്ലേ ഉള്ളേ. അത് എന്നിട്ട് പുറമേ തേടി നടക്കുകയാണ്, കസ്തൂരി തേടി നടക്കുകയാണ്, മണം തേടി. അതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ സന്തോഷം വെച്ചിട്ട് പുറമേ തേടി നടക്കുന്നത്. ആക്ച്വലി നമ്മളൊന്ന് കണ്ണടയ്ക്കുക, നമ്മുടെ ഉള്ളിലേക്ക് പോവുക, നമ്മൾ തന്നെയാണ് സന്തോഷം എന്ന് തിരിച്ചറിയുക. അല്ലാണ്ട് നമ്മുടെ ഭർത്താവ് നമ്മളെ അടുത്തുള്ളപ്പോൾ നമ്മൾ സന്തോഷിക്കും, അല്ലെങ്കിൽ നമുക്കൊരു ജോലി കിട്ടിയാൽ സന്തോഷിക്കും, അല്ലെങ്കിൽ ഇന്ന ആൾ എൻ്റെ അടുത്തുണ്ടായാൽ സന്തോഷിക്കും. അതൊക്കെ നമ്മുടെ മിഥ്യയായ ധാരണയാണ്, മായയാണ്. ആ മായയെ പെട്ടുപോകുന്നതുകൊണ്ടാണ് ഈ ഇംപെർമനൻ്റ് ആയിട്ടുള്ള വസ്തുക്കളിൽ നമ്മൾ സന്തോഷത്തെ കണ്ടെത്തുന്നത്. യഥാർത്ഥ സന്തോഷം നമ്മുടെ ഉള്ളിലായിരിക്കുന്നു. ആ സന്തോഷത്തെ കണ്ടെത്തണമെങ്കിൽ ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഹിന്ദുസ് രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത ഈ 3 പുസ്തകങ്ങളെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ളത് അല്ലേ. നമുക്ക് രാഹുലിനാണെങ്കിലും അതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അറിയണം. നമ്മുടെ ഹോളി ബുക്സ് ഏതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെ. പിന്നെ ഇതിഹാസങ്ങൾ എന്ന് പറഞ്ഞാൽ രാമായണവും മഹാഭാരതവും നമ്മുടെ ഇതിഹാസങ്ങൾ, പിന്നെ ഭഗവത്ഗീതയും കൂടെ നമ്മൾ വെക്കുന്നു, പിന്നെ ഭാഗവതവും കൂടെ ഇപ്പോൾ ആൾക്കാർ വെക്കുന്നു. യഥാർത്ഥത്തിൽ ഹൈന്ദവൻ അറിയേണ്ടത്, ഞാൻ ഹൈന്ദവൻ എന്ന് ഉദ്ദേശിച്ച് ഞാൻ വീണ്ടും എടുത്തു പറയുന്ന ഒരു ഭാരതീയൻ അടുത്തറിയേണ്ട ആദ്യത്തെ പുസ്തകം പതഞ്ജലി യോഗസൂത്രമാണ്. നമ്മൾ യോഗയെ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം എല്ലായിടത്തും അല്ലേ, ബ്യൂട്ടി പാർലറിൽ പോയാലും യോഗ സെൻ്ററിൽ ബോർഡ് കാണാം അല്ലേ. ശരിക്കും യോഗമെന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും നമ്മുടെ ശ്വാസവും തമ്മിലുള്ള ഒരു കണക്ഷനാണ് യോഗം സംഭവിക്കുന്നത്, യോഗമാണ് സംഭവിക്കുന്നത്. യോഗയെന്നല്ല, യോഗമെന്നാണ് പറയുന്നത്. യോഗം സംഭവിക്കണം, ഇത് 3 കൂടെ യോജിക്കണം. യോഗം എന്ന് പറയുമ്പോൾ ശരീരവും മനസ്സും ശ്വാസവും തമ്മിൽ ഒന്നിക്കുമ്പോഴാണ് യോഗം സംഭവിക്കുന്നത്. ആ യോഗം സംഭവിക്കുന്നത് ഈ ഹഠയോഗം മാത്രം വെച്ചിട്ട് സംഭവിക്കില്ല. അത് നമുക്ക് ശരീരതലത്തിൽ നമുക്ക് സ്വാസ്ഥ്യം തരും. ശരിക്കും ഒരു ഭാരതീയൻ, ഒരു ഹൈന്ദവനാവണമെങ്കിൽ അവൻ പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞ കുറേ യമദേവാദികളുണ്ട്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. പ്രാക്ടീസ് ചെയ്യല്ല, നമ്മൾ അതായി മാറണം. നമ്മുടെയൊക്കെ ഉള്ളിൽ കുശുമ്പുണ്ട്, കുന്നായ്മയുണ്ട്, അഹങ്കാരമുണ്ട്, മമത്വമില്ലായ്മയുണ്ട്, എല്ലാം ഉണ്ടല്ലേ. ഒരു യോഗി, അതായത് യോഗ ചെയ്യുന്നവൻ യോഗി, ഭക്ഷണപ്രിയം ഭോഗി,
അല്ലേ? മറ്റു കാര്യങ്ങളിലേക്ക് ആഗ്രഹങ്ങൾ പോകുന്നവൻ ഭോഗിയും യോഗ ചെയ്യുന്നവൻ യോഗിയുമാണ്. യോഗ ചെയ്യുന്ന വെച്ചാൽ ഈ ഹതയോഗയല്ല ഉദ്ദേശിച്ചത്. ഈ യമനിയമാദികൾ പാലിക്കപ്പെടുന്നവൻ സ്വന്തം ഈ നമ്മളെപ്പോഴും പറയില്ല, നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഇത് പറഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്കറിയില്ല. ബ്രാഹ്മണ്യത്തെക്കുറിച്ച് പറയുന്നു. എന്താണ് ബ്രാഹ്മണ്യം? നമ്മളെല്ലാവരും വിചാരിക്കുന്ന അമ്പലത്തിൽ പൂജ ചെയ്യുന്നവരെല്ലാം ബ്രാഹ്മണരാണ്. നെവർ, അതല്ല. ഞാൻ വിശ്വസിക്കുന്നത് ബ്രഹ്മത്തിൽ ആരാണോ ചരിക്കുന്നത്, ഈ പതഞ്ജലി പറഞ്ഞ ഈ യോഗസൂത്രത്തിലൂടെ ആരാണോ കടന്നു പോകുന്നവൻ, അവൻ ബ്രഹ്മത്തോട് വാഞ്ചയുള്ളവനാണ്, ആഗ്രഹമുള്ളവനാണ്. ഞാൻ പരബ്രഹ്മമാണെന്ന തിരിച്ചറിവിന് വേണ്ടിയിട്ട് ദാഹിക്കുന്നവനാണ്. അപ്പം ആ ബ്രഹ്മത്തിൽ ചരിക്കുന്നവൻ, ആ ബ്രഹ്മത്തോടൊപ്പം ഇരിക്കുന്നവൻ, അവനാണ് ബ്രഹ്മചാരി. അല്ലാണ്ട് പൂണുതൂലിട്ട എല്ലാവരും ബ്രഹ്മചാരികളാണെന്ന് വെച്ചാൽ അവനും നമ്മളും തമ്മിൽ അവൻ്റെ ഒരു ജോലിയാണ് അമ്പലത്തിൽ പൂജ ചെയ്യുക പറയുന്നത്. ഇപ്പം രാഹുലിൻ്റെ ജോലി ചെയ്യുന്ന പോലെ അവൻ്റെ ജോലി ചെയ്യുന്ന, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെക്കാട്ടിലും ഒരു പക്ഷേ മോശത്തരായിരിക്കും അവർ കാണിക്കുന്നത്. പക്ഷെ അത് ഒരിക്കലും ബ്രഹ്മചാരിയാണെന്ന് പറയാൻ പറ്റില്ല. അത് നമുക്ക് ആ ഒരു അവസ്ഥ എത്തണം. ഇത് പ്രാക്ടീസിലൂടെ തന്നെ നടക്കത്തുള്ളൂ. പിന്നെ സ്വാധ്യായം ചെയ്യുക, നമ്മൾ ഈ പഠിക്കുന്നതെല്ലാം മനനം ചെയ്ത് നോക്കുക. ഞാൻ എങ്ങനെ ആയിരിക്കണം, ഞാൻ ഇന്നലെ എങ്ങനെ വരെ ആയിരുന്നു, ഈ ജ്ഞാനത്തിലൂടെ ഞാൻ എങ്ങനെയാണ് മാറേണ്ടത്, എനിക്ക് എങ്ങനെ മാറുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത്. അന്തർയാമി സദാ സുഖി, അകത്തേക്ക് നോക്കുന്ന ആൾ എപ്പോഴും സുഖിയായിരിക്കും. അതാണ് പതഞ്ജലി പറയുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഓരോ ഭാരതീയനും ആദ്യം പഠിക്കേണ്ടത് പതഞ്ജലി യോഗസൂത്രം തന്നെയാണെന്നാണ്. അത് പഠിക്കുന്നവൻ തീർച്ചയായിട്ടും ബ്രഹ്മചാരിയായിട്ട് മാറും. ആർക്കും വേറൊരാൾ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ നിയമങ്ങളിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ അവൻ അതിന് പ്രാപ്തനാവും, അവൻ ഈശ്വരനായി മാറും. നമ്മളെപ്പോഴും പറയാറില്ല ആൾ ദൈവങ്ങൾ, ഗുരുക്കന്മാരെയൊക്കെ എല്ലാവരും കളിയാക്കാറുണ്ട്. പക്ഷേ ആ ഗുരുത്വത്തിലേക്ക് എത്തണമെങ്കിൽ, നമുക്ക് തന്നെ ഒരു ഗുരുവായി മാറണമെങ്കിൽ ഈ പതഞ്ജലി പറഞ്ഞ് ഇതിലൂടെയെല്ലാം കടന്നു ചെല്ലുമ്പോൾ നമ്മൾ സാക്ഷാൽ ഈശ്വരനായി മാറും. ഈ പറഞ്ഞിട്ടില്ലേ, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവപാദം കാണും ശിവശംഭു. ഈ പടി 6 നമ്മൾ കടന്ന് അവിടെ ചെല്ലണം. അപ്പം നമ്മൾ ഈശ്വരനായി മാറും. നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ നമ്മൾ കാണും. തത്വമസി, അകം ബ്രഹ്മാസ്മി, അങ്ങനെ ആയിത്തീരും. ഇപ്പോൾ ഒരു ഹീലർ എന്ന നിലയിൽ ഒരുപാട് ശക്തികൾ, പലപ്പോഴും ഹീൽ ചെയ്യുന്ന ആളുകൾക്കൊരു പവറുണ്ട്, ഒരു ശക്തി. ചെയ്യുന്ന ആളിൻ്റെ പവറല്ല, ഹീൽ ചെയ്യുന്ന ആളിൻ്റെ സാധനാബലം.